ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അതായത് ഊപ്സിലുള്ള മറ്റൊരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. അതും ഈ പറയുന്ന പോലെ അധികം ആൾക്കും ക്ലിയർ അല്ലാത്തൊരു ഐഡിയ ആണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടി എല്ലാം തന്നെ വേറൊരു ക്ലാസ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അതായത് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കാം. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കാർ മാനുഫാക്ചേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമൽ സെഡാൻ കാർ ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ കാർ ഉണ്ടാക്കി വിറ്റുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരു പിക്കപ്പ് വാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യാണ്. അതായത് കാറിൻ്റെ കൂടെ തന്നെ ഒരു പിക്കപ്പ്, ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് വെഹിക്കിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്ക്രാച്ച് തൊട്ടിട്ട് ആ സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു കാറിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കയ്യിലുണ്ട്. അത് ഇൻഹെറിറ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയാൽ മാത്രം മതി. ഓൾറെഡി ഉള്ള ഒരു കാർ എടുത്തിട്ട് മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ്, അതായത് ഓൾറെഡി ഉള്ള കാറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്ന ആ പ്രോപ്പർട്ടിനെയാണ് ആ ഒരു ഫംഗ്ഷനാലിറ്റിനെ എന്ത് പറയുക വെച്ചാൽ ഇൻഹെറിറ്റൻസ്. ഇതേപോലെ തന്നെയാണ് പ്രോഗ്രാമിങ്ങിലും. ഓൾറെഡി ഉള്ള ഒരു ക്ലാസ്സിനെ എടുത്തിട്ട് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ വേരിയബിൾ, അതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുക. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്.